സ്വാഗതം. ഗഗനശാരി വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷനാണ് പടം. കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു 2050 അതിനപ്പുറത്തേക്കും കേരളം എങ്ങനെയാകും, നമ്മൾ പാരിസ്ഥിതിയോട് കാണിക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനൊരു ലോകത്തായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നതെന്ന് അത് തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്താണ് ഈ കഥ ആദ്യം പറയുന്നത്. ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കഥ പറയാനുണ്ട്, ഒന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി പറഞ്ഞു. വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും പ്രൊഡ്യൂസർമാരെ കിട്ടണം എന്ന് പറഞ്ഞു. തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അജിത്ത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ കഥ ഞാൻ അജിത്ത് വിനായക വേറെ പടം എടുക്കാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ അച്ഛനുമായിട്ട് അജിത്തിന് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞു, ഒരു കഥയുണ്ട്, നിങ്ങൾ കോസ്റ്റ് കുറച്ചെടുത്ത് നല്ലൊരു ഡയറക്ടറാണ്. ഞാൻ സാജൻ ബേക്കിൽ ചന്ദൂരിൽ അഭിനയിച്ചു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. വളരെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സിലിരിപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നൊരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എല്ലാ മനുഷ്യനും ഒരു നല്ല വശമുണ്ട്, നമ്മുടെ വീക്കായ വശം, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്ദൂന് നന്നായി കഴിയും. അത് സാജൻ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അജുവിൻ്റെയും ജയയുടെയും അമ്മാച്ചനായിട്ട് അത് ആ ഒരു ക്യാരക്ടർ എനിക്ക് വളരെ കംഫർട്ടബിൾ. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചന്ദൂനും ഒരു ടെൻഷൻ ഇല്ല, ഇങ്ങനെ കൂളായി നിൽക്കുന്ന ചിരിക്കുന്ന കണ്ടാൽ ടെൻഷനിലാണോ ഇരിക്കുന്നതെന്ന് അറിയാം. അങ്ങനെ ഈ അജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഒരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നത്. അവൻ പറഞ്ഞു, അയ്യോ അത് പറഞ്ഞ് അയച്ചിട്ട് നാളെ തന്നെ കേൾക്കാമെന്ന്. അങ്ങനെ ഞാൻ ചന്ദുവിനെ വിളിച്ചു. ചന്ദുവും വന്ന് ശിവസായിയും കൂടി ഇവർ രണ്ടും കൂടി കഥ പറയാനായിട്ട് അജിത്തിനടുത്ത് പോയി. തിരിച്ചു വരുമ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് കാണണം അത്യാവശ്യം. ചന്തു വെളി വന്നിട്ട് വിളിച്ചു. വേറൊരു ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അകത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അഡ്വാൻസ്. അങ്ങനെ അജിത്ത് കഥ കേട്ട ഉടനെ ഇവർക്ക് രണ്ടുപേർക്ക് അഡ്വാൻസ് കൊടുത്തു. അജിത്തിന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ പണം തുടങ്ങാൻ നമ്മൾ വന്നു. അപ്പോൾ കോവിഡ് വന്നു. പക്ഷേ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. നേരിൽ അഭിനയിച്ചതിന് ശേഷം നേരല്ല, പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ അല്ലല്ല ദൃശ്യം 2 അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് കോവിഡ് അടിച്ചു. ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. വേറെ ആരോട് കൊടുത്ത ഞാനല്ല, ഞാൻ അവിടെ നിന്ന് പൊയ്ക്കളാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഗ്യാപ്പിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്തു. പക്ഷെ ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി. കാരണം നമുക്ക് ഈ കാരവനിൽ പോയി ഇരിക്കാൻ തോന്നില്ല. ഗൂഗിളിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗഗനശാരി. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനായിരുന്നു ഞാൻ ഗണേഷ് സാറിൻ്റെ കൂടെ ഗഗനശാരി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുത്തത്. ഗണേഷ് മാമന, പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ ഗണേഷ് സാർ സെറ്റിലുള്ള കളിതമാശകളും കോവിഡിൻ്റെ ഒരു വളരെ എല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ളൊരു വേദിയായിരുന്നു ഗഗനചാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ റീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം. നല്ല അഭിപ്രായങ്ങൾ വരുന്നു തിയേറ്റേഴ്സിൽ നിന്ന്. സ്ക്രീൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് അജിത് സാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണലിയും റിലീസ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ചിലപ്പോൾ ചെറുതാണെന്ന് കരുതി തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിൻ്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എനിക്ക് അനാർക്കലി കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആ ഏലിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് നോർമലായിട്ട് കാണും. ഗഗനചാരി പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്ന കളിയും തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനചാരി.
ചന്തുവായിട്ടാണെങ്കിലും സുർജിത്തും സായിയൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര ഒരു റാപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗണേഷ് സാറായിട്ടും ആണെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് കുറേ കഥയൊക്കെ പറയും എപ്പോഴെപ്പോഴും. അപ്പോൾ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര രസമുള്ളൊരു പടമാണല്ലോ എന്ന് മനസ്സിലായത്. എനിക്കൊന്ന് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചന്തു. കാര്യം പുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് ഗണേശാരി എന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഈ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടിട്ടുള്ള ഒരു പെർഫോമർ ഗണേഷ് കുമാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര നമ്മളെ രസിപ്പിക്കുന്ന ഒരാൾ. ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്? സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറിനോട് പറഞ്ഞ സാറ് ഈ വേഷമാണ് ചെയ്യുന്നത്. വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി, പക്ഷേ ആരോട് പറയാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ അജിത്ത് വിനായക വരുന്നത്. അദ്ദേഹത്തോട് നമ്മൾ പറയും. അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശിവൻ എൻ്റെ ഒരു കൂടിയാണ്. ചന്തുവും എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി. അവനെ മാമൻ പോയ വഴിക്ക് സിനിമയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടിയരുമായിരുന്നു, അടുത്ത് പറയും. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ശിവനെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാനൊക്കെ സിനിമയിലേക്ക് പോകുമ്പോൾ കളിയാക്കുമല്ലോ, സിനിമയിൽ പോയി എന്ന് പറയും. അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെയായിരുന്നു ആളുകൾ. പക്ഷേ ഇപ്പോൾ കാലം മാറി. നല്ല കുട്ടികൾ വരുന്നവർക്ക് നല്ല ഐഡിയസ്. ഒരു ഡോക്ടർ തന്നെ ഒരു സീനിൽ അഭിനയിച്ചിട്ടുള്ളൂ, പക്ഷെ നമ്മൾ മനസ്സിൽ തട്ടും. ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ, ഒരു റോളുണ്ട് എല്ലാവരും. അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശയുണ്ട്. ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു. കൊറോണ എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഞാനും നോക്കിയിരിക്കുമ്പോൾ, ഞാനും അജുവും കൂടെ, ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഇവർ രണ്ടുകൊണ്ട് മരത്തിൻ്റെ മുകളിലോട്ട് ഈ ചന്തുവും ഈ ശിവസായിയും കൂടെ ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല, അവന്മാർക്ക് കഥ ഉണ്ടാക്കാൻ പോകാമെന്ന് പറയും. കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്റർ എടുത്ത് പുറത്ത് വയ്ക്കുകയും ശിവസായി. ഉടനെ ചന്തു അത് ദൂരേക്ക് അറിയാത്ത പോലെ നിൽക്കും. പിന്നെ അതിനകത്തൊരു കമ്പ്യൂട്ടറിലൊക്കെ അടിച്ച് ഒരു സീൻ ഇറങ്ങി വരാൻ ഈ പ്രിൻ്റ് ചെയ്ത് വരുന്ന ചൂട് സ്ക്രിപ്റ്റാണ് കൊണ്ടുവരുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചേക്കുന്ന കാറും പ്രിൻ്ററും ലാപ്ടോപ്പും എടുത്ത് തോട്ടിക്കളയും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിർത്തിയത്. ഇവർ ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും. പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാണ്. കഥ ഇങ്ങനെ വിശാലമായി പോവായിരുന്നു. പിന്നെ ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്നപ്പോൾ ഭയങ്കര ബഹുമാനം കേട്ടോ എൻ്റെ അടുത്ത്. പറഞ്ഞു എപ്പോഴും ബഹുമാനം ഉണ്ടാകും. ഭയങ്കര അത് കഴിഞ്ഞ് ബഹുമാനത്തല്ല സ്നേഹം. ഞാൻ ദിനമായിട്ട് ഞാനും അജുവും കൂടെ 2 ദിവസം നിന്ന് ശരിക്കളി. അനാർക്കലി പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞ് കളിയാണ്. പക്ഷെ അനാർക്കലി ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ ഒഴിവാക്കിയിട്ട് അത് പിന്നെ നമ്മളെ മോനല്ലേ, അവനെ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു, ഗണേഷ് മാമൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ എന്നെ കാണുന്നതിലൂടെ ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛനോട് അഭിനയിക്കുന്നതിലും പേടിയായിരുന്നു. അവന് വല്ല ബരട്ടൂലും ചെയ്യുന്നു. പക്ഷേ അവൻ നോക്കിയപ്പോൾ അവന് നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇത് നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു? മണിച്ചിത്ര താഴെ കിട്ടി, എനിക്ക് തന്നാലേ അഭിനയിക്കാൻ. നേരിൽ കിട്ടി, നന്നായി അഭിനയിക്കാൻ പറ്റി. ദൃശ്യത്തിൽ കിട്ടി, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി. അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ആളുകളുടെ മനസ്സിൽ പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആളുകൾ, മറ്റ് സാധാരണക്കാർക്കല്ല. അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ്, ഇന്ന ആളൊക്കെ മതി എന്നൊരു ധാരണ. ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. കാരണം എൻ്റെ ഇരകൾ മൊട്ട് ചന്തു ഇങ്ങനെ പറയും. ഇരകളിങ്ങനെ പ്രകാശം കണ്ടിട്ട് ഇരകൾ എന്ന സിനിമയെക്കുറിച്ചും ജോർജ് സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന. എന്നോട് ചന്തു പറയാറുണ്ട്, ജോർജ് സാറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുന്നത്. സാറേ എറണാകുളത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും ജോർജ് സാറിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൊടുക്കുമ്പോൾ അത്ര ആരാധന ഉണ്ടായിരുന്നു കെ ജി ജോർജിനോട്. ജോർജ് സാറിനെ കാണാൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ അതൊരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ ഉണ്ട്. മാത്രമല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നല്ലൊരു അവസരം. കഥ പറയുമ്പോൾ തന്നെ നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്നുണ്ടാണ്. വേറൊരു സസ്പെൻസ് കൂടിയുണ്ട്. അതിപ്പോൾ പറയണോ പിന്നെ പറയണോ? കുറച്ച് കഴിഞ്ഞ് പറയും. എൻഡിൽ പറയാം. ഗോകുലിവിടെ ഇവിടെ ഇപ്പോൾ ഈ സിനിമ ഇവിടെ നടക്ക് നേരെ ഈ സിനിമയുടെ റിലീസിന് ശേഷം
ഒരു ഏലിയനെ വല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപകാരവും ഇല്ലാത്തൊരു സിനിഫൈൽ അത് ഞാനാണ്. അലനിസ്മി എന്ന് പറഞ്ഞിട്ട് ഒരു #കളൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആവുന്നുണ്ട്. അലനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ. ഇപ്പോൾ എന്നോട് ഡയറക്ടർ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊക്കെ ധ്യാൻ ശ്രീനിവാസന് ലഭിച്ചൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആനവാൽമോതിരത്തിൽ അച്ഛന് കിട്ടിയൊരു ഇഷ്ടമുണ്ട്, ഒരു ജനപ്രീതിയുണ്ട്. അപ്പോൾ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേയും കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആ വിധത്തിലൊരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ 2 ദിവസം മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പം അല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല. അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്തു വരും. ഇനി ലഭിച്ചാൽ സന്തോഷം. നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് ബെറ്ററായി വരിക. പിന്നെ നമ്മൾ കൂടെ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അവർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് അതെ വിശ്വാനും അജുവേട്ടനും അനാർക്കലിയും അരുൺചേട്ടനും ശിവസായും എല്ലാവരും ഒരു ഭയങ്കര എന്നെ, കാരണം കുറച്ച് നമുക്ക് ചമ്മൽ വരുന്നൊരു സാധനമായി ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ജാള്യത തോന്നുന്നൊരു ക്യാരക്ടർ പോലെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് ക്രിഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ്, നമ്മുടെ കോ ആക്ടേഴ്സ്, അവർ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെയാണ്, വർക്ക് ആവുന്നുണ്ട്. അവരുടെ റെസ്പോൺസ് നമുക്ക് അവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെയും കുറച്ചുകൂടെ സംശയമാണ്. ഞാൻ വീണ്ടും ചോദിക്കും, ശരിക്കും നിങ്ങൾ ചിരിച്ചതുള്ളതാണോ അതോ എന്നെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് നിങ്ങൾ ചിരിച്ച് തന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും അരുൺ ചേട്ടനായാലും. ഞങ്ങൾ നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. അതെ. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ച ആ ക്യാരക്ടറിന് ഇത്രയും നല്ല സ്വീകാര്യത ലഭിക്കുന്നതും സിനിമ അതുപോലെ തന്നെ സക്സസ് ആവുന്നതും അതാണ് മെയിനായിട്ട്. അതിൽ കൂടുതൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ഗണേശേട്ടാ, ഇപ്പോൾ ഇവിടെ നേരെ ഇപ്പോൾ ഈ സിനിമയുടെ അകത്ത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പെട്രോൾ ഹെഡ് വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ്. അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം ഗതാഗത വകുപ്പ് കൈയാളുന്ന ഒരാൾ ഇലക്ട്രോണിക് വാഹനങ്ങളുള്ളൊരു സമയത്ത് പെട്രോൾ ഹെഡ് വണ്ടി എടുത്ത് ഒരു ഹീറോയിക് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിന് വല്ലാത്തൊരു പ്രസക്തിയുണ്ട്. അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെൻ്റാണ്. അപ്പോൾ ആ സീനിലൊരു മേക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഒരു ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്, ആരും കാണാതെ മൂടിയിട്ടിരിക്കുക. പെട്ടെന്ന് അവരൊരു കാര്യം വിളിച്ചവരെ കൊണ്ട് പോവുകയാണ്. പോയിട്ട് അവരെ ഏലിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഷീറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ. ഇവരാരും പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല. ആ ഒരു ജനറേഷനെ പഴയ ഒരു സാധനം നമ്മളെ നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട്. നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡർ, പഴയ റെക്കോർഡ് പേരൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ, റെക്കോർഡ് ഒക്കെ അതുപോലെ ആ ഡിസ്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമഫോൺ സൂക്ഷിച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായിട്ട് വളരെ വാല്യൂബിളായിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പം. പിന്നെ ഈ ബാറ്ററി വണ്ടി പോയാലും എവിടെ പോയാലും അറിയുമെന്ന് വിക്ടർ പറയേണ്ട ഒരു സ്ഥലത്ത്. അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അതിനകത്ത് വേറെയും കാര്യങ്ങൾ അതൊരു പിന്നീട് വന്ന സീനാണ് കേട്ടോ, കഥ പറയാൻ പോയില്ല.